ഞാൻ ഡോക്ടർ എം പി മണി, ഒരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ്. ഞാൻ ഷൊർണൂർ കെ എ സമാജത്തിൻ്റെ ആയുർവേദ കോളേജിലാണ് പഠിച്ചത്. 1968 അവിടെ 1-ാം വർഷ വിദ്യാർത്ഥിയായി ചേരുന്നത്. 1969 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ അംഗമായി. അതൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഞങ്ങൾക്കൊരു ശാസ്ത്ര സായാഹ്ന പരിപാടി ഉണ്ടായിരുന്നു, വൈകുന്നേരങ്ങളിൽ ഒരു ഒത്തുചേരൽ. അതിപ്രഗത്ഭരായ ആയുർവേദ ഡോക്ടർമാർ, അലോപ്പതി ഡോക്ടർമാർ, ഹോമിയോ ഡോക്ടർമാർ, പിന്നെ കുറേ സാഹിത്യകാരന്മാർ, ഒരുപാട് എല്ലാവരും കൂടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു അത്. അപ്പോൾ സൂര്യന് താഴെയുള്ള ഏറെക്കുറെ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തുമായിരുന്നു. അതിന് അടുത്ത വർഷം ഞാനൊരു അലോപ്പതി ഡോക്ടറോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഈ രോഗനിർണയത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ വെച്ച് രോഗികളെ കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. രോഗനിർണയത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൃത്യത പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് ഈ രക്തം പരിശോധിക്കാൻ എഴുതി കൊടുക്കുമ്പോൾ ഒരുപാട് രോഗികൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു: ആയുർവേദത്തിൽ ഇങ്ങനെ രക്തപരിശോധന ഉണ്ടോ? അതിനവർ പറയാറില്ലല്ലോ എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ അവരോട് പറയും, ഇത് ആയുർവേദത്തിൻ്റെ അലോപ്പതിയുടെയോ ഹോമിയോപ്പതിയുടെയോ അല്ല, ഇത് സാങ്കേതിക വിദ്യയാണ്. നമ്മൾ ഈ രക്തം പരിശോധിക്കുക എന്ന് പറയുന്നത് ഡോക്ടർ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് സാങ്കേതിക വിദ്യയുടെ ഭാഗമാണ്. എക്സ്റേ സാങ്കേതിക വിദ്യയുടെ ഭാഗമാണ്. അതൊരു വൈദ്യശാസ്ത്രത്തിന് കുത്തകയല്ല എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഈ അന്ന് ഞങ്ങളുടെ ഷൊർണൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തായിരുന്നു ഷൊർണൂർ, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു, ഡോക്ടർ KPM മെറൂൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പലപ്പോഴും അദ്ദേഹം പരിഷത്ത് അംഗമായിരുന്നു, ഇത്തരം കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹമാണ് ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചത്. പഠിത്തം കഴിഞ്ഞിട്ട് ആസ്മയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. അതൊരു നല്ല നിർദ്ദേശമായിട്ട് എനിക്ക് അന്ന് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പഠിച്ചത് മദ്രാസ് മെഡിക്കൽ കോളേജിലാണ്. അന്ന് അവിടെ അദ്ദേഹത്തെ ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടത് ഈ ഒരു കാര്യമായിരുന്നു: ആസ്മയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആസ്മ രോഗിയായിരുന്നു എന്നാണ്. അപ്പോൾ ഡോക്ടർ മേനോൻ സാർ എന്നോട് പറഞ്ഞത്, എനിക്കതിന് കഴിഞ്ഞില്ല, താനൊന്ന് ശ്രമിക്കാതായാലും ആയിരുന്നു. അത് മനസ്സിലങ്ങനെ കിടന്നു. ഈ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആസ്മ രോഗിയും സൂക്ഷ്മം തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്തായിരിക്കും, അലർജിയാണ്, ഇതിന് പരിഹാരമില്ലെന്ന് പറയാൻ ഡോക്ടർ ആവശ്യമില്ലല്ലോ. ആഗോളതലത്തിൽ പറയുന്ന കാര്യമാണ്. ഡോക്ടറെ അടുത്ത് വരുന്നത് രോഗശമനമുണ്ട് അല്ലെങ്കിൽ രോഗം മാറുമെന്ന് കേൾക്കാൻ തന്നെ രോഗികൾ വരുന്നത്. അപ്പോൾ പഠനം കുറേ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ട് എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിലധികം താമസം വേണ്ടി വന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ, അതായത് ഇതിൻ്റെ ഏറെക്കുറെ പഠനം പൂർത്തിയായ ഒരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിക്കാനുള്ള പൂർത്തീകരണം നടക്കുന്ന 1987 അത് ഞാൻ കോട്ടയത്ത് ഒരു പ്രസിദ്ധ ആയുർവേദ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിലെ ഫിസിഷ്യനാണ്. അപ്പോൾ ആസ്മയ്ക്ക് കാരണം അലർജിയാണ്, ഇതിന് ശാശ്വതമായി അല്ലെങ്കിൽ വ്യക്തമായ ഒരു പരിഹാരമില്ല, നിയന്ത്രിച്ച് കൊണ്ടുപോകാനേ പറ്റുമോ എന്ന് പറയാൻ ഡോക്ടർ ആവശ്യമില്ല, അത് നാട്ടുകാർ പറയും. തിരിച്ചാണ് എനിക്ക് പറയാൻ തോന്നിയത്. അതായത് ആസ്മയ്ക്ക് കാരണം അലർജി അല്ല, ഇത് ബഹുഭൂരിപക്ഷം പേരിലും വളരെ നിഷ്പ്രയാസം, വളരെ ലളിതമായ മരുന്നുകൾ ഉപയോഗിച്ച് ചിലപ്പോൾ മരുന്നില്ലാതെ തന്നെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. കാരണം ആസ്മയ്ക്ക് കാരണം അലർജി അല്ല എന്ന് പറയാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വ്യക്തമായി തിരിച്ചറിയാവുന്നൊരു കാര്യമുണ്ട്: ബഹുഭൂരിപക്ഷം ആസ്മ രോഗികളും ശ്വാസം മുട്ടി എഴുന്നേൽക്കുന്നത് പാതിരയ്ക്കാണ്. നമ്മുടെ ആശുപത്രികളിൽ ആസ്മ രോഗികളുടെ അഡ്മിഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പാതിരയ്ക്കാണ്. അപ്പോൾ ഈ രോഗികൾ പൊതുവെ വൃത്തി സൂക്ഷിക്കുന്നവരാകാനും പൊടി തട്ടരുതെന്ന് വളരെ നിർബന്ധമുള്ളവരാണ്. എല്ലാ ഡോക്ടർമാരും പറയും പൊടി തട്ടരുത് എല്ലാവരും പറയും. അപ്പോൾ ഇവർ കിടന്നുറങ്ങുന്ന മുറിയിൽ അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഘടകം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഉറങ്ങില്ല, ആ അലർജിയുടെ പ്രതികരണം ഉണ്ടാകും. ഇവരൊക്കെ സുഖമായിട്ടൊരു ഉറക്കം. ഉറക്കം കഴിയുമ്പോൾ തൊണ്ടയിലൊരു ബുദ്ധിമുട്ടും ചാടി എഴുന്നേറ്റൊക്കെ ശ്വാസം വിട്ടാണ്. വേറെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കും വളരെ വ്യക്തമായിട്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ചാടി എഴുന്നേക്കുന്നത് ഒരു കൃത്യസമയത്താണ്. അതിനാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്.
ഈ കൃത്യസമയത്ത് ഇവിടെ ആരും അലർജി ഉണ്ടാക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിടുന്നത്? ആരും കൊണ്ടുവന്നിടുന്നില്ല. അപ്പോൾ ആസ്മയുടെ കാര്യം അലർജി അല്ല എന്നുള്ള ഒരു ഏറ്റവും വ്യക്തമായി പറയാനുള്ള തെളിവ് അതാണ്. ഈ ബയോളജിക്കൽ ക്ലോക്ക് രാത്രി ഒരു ഉറക്കം കഴിയുമ്പോൾ ചാടി എഴുന്നേറ്റ് വഹിക്കുന്നത്. വേറൊരു തമാശയുള്ളത്, നമ്മൾ ഈ ശ്വാസം മുട്ടുന്ന രോഗി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു വാഹനം വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ഒരുപാട് പേര് ശ്വാസം മുട്ടിൻ്റെ തീവ്രത കുറയും, അതിൻ്റെ ഗൗരവത കുറയും. അത് വലിയ രസമാണ്. വണ്ടി കയറി വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപാട് പേർക്ക് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഇത് മാറിയിട്ടുണ്ടായിരിക്കും ശ്വാസം മുട്ടൽ. എന്നാലും ഒരു കുത്തിവെപ്പ് കടത്ത് ഒരു പോരാറാണ് പതിവ്. വേറെ നമ്മൾ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ വേറൊരു കാര്യം, ഈ നമ്മുടെ അലർജി ആസ്തമ രോഗികൾ ഏത് ഡോക്ടറെ കണ്ടാലും, ഏത് ഡോക്ടർ, ഏത് വിഭാഗത്തിലേന്നല്ല, ഏത് ഡോക്ടറെ കണ്ടാലും ഈ ആദ്യം തരുന്ന കുറിപ്പടിയുണ്ടല്ലോ, അതിന് വളരെ ഗംഭീരമായ റിസൾട്ടായിരിക്കും. വളരെ വളരെ നല്ല റിസൾട്ട്. അതിൽ ആസ്മയുടെ മരുന്നുകൾ ഉണ്ടാകണമെന്ന് പോലുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പം ഞാനവിടെ ഈ ഇത്തരം കാര്യങ്ങളിൽ അന്നൊക്കെ ഒരു പരീക്ഷണം നടത്താറുള്ളത്, ഈ ചില മിഠായികളുണ്ട്, ചോക്ലേറ്റ് മിഠായികൾ. കണ്ടാൽ നമുക്ക് നല്ല ഗുളികയുടെ അട്രാക്ഷനാണ്, അതിൻ്റെ ഫിനിഷിങ് കളറ് ഇതെല്ലാമായിട്ട്. അപ്പോൾ ഈ ചിലർക്ക് ഞാൻ ചെയ്യാറുള്ള പണി, ഈ ഗുളിക എടുത്ത് നന്നായിട്ടൊന്ന് പൊക്കി പിടിക്കും. എന്നിട്ട് പറയും, ഇത് വളരെ അടുത്ത കാലത്ത്, വളരെ വളരെ അടുത്ത ദിവസം ഇറക്കിയ ഗുളികയാണ്, 3 മിനിറ്റ് കൊണ്ട് ശ്വാസം വിട്ട് മാറി, ഇതൊന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്താൽ 3 മിനിറ്റ് കൊണ്ട് ശ്വാസം വിട്ട് മാറും. മിഠായി കൊടുത്തത് ഗുളികയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പല പ്ലാസിമ എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനം, ഇത് അലർജി കൊണ്ടാണ് ഈ ആസ്മ ഉണ്ടെങ്കിൽ ഈ മിഠായി കൊടുത്ത ശ്വാസം വിട്ട് മാറാൻ ഒരു സാധ്യതയില്ല, മാറില്ല. ഇവിടെ മാറുന്നുണ്ട്. അപ്പോൾ അതിൽ പണ്ട് എനിക്കൊരു പ്രായം കൂടിയ ഒരു രോഗി എന്നോട് പറഞ്ഞത്, ഞാൻ ഇതൊക്കെ കഴിച്ചു, അതിൻ്റെ ഒരു കടിച്ചായി കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരുമെന്ന് പറഞ്ഞു. ഇയാൾ കുറച്ച് കഴിഞ്ഞ് തോന്നുന്നു, അയ്യോ സാറേ സംഭവിച്ചോട്ടോ, പിടിച്ച് കെട്ടിയ പോലെയല്ലേ നിന്നതാണ് പറഞ്ഞത് കൊട്ടായി കൊടുത്തപ്പോഴേ. അപ്പോൾ ഞാൻ 88 ജോലി വേണ്ടെന്ന് വെച്ച് കോട്ടയത്ത് തന്നെ സ്വകാര്യ പ്രാക്ടീസ് ആരംഭിച്ചു. കാരണം 2 ജോലി കൂടെ ഒന്നിച്ച് പോകാൻ പറ്റുന്ന പരിപാടിയല്ല. അന്ന് ഈ പത്രമാധ്യമങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പത്രമാധ്യമങ്ങൾ, ഒരുപാട് മാധ്യമ പ്രവർത്തകർ. കാരണം ഞാൻ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ അവർ അച്ചടിക്കുമായിരുന്നു. ഇത് വായിച്ചിട്ട് രോഗികൾ ഇഷ്ടം പോലെ വരുമായിരുന്നു. പല ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അതുപോലെ രോഗികൾ വരും. ഇടുക്കിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് കോട്ടയത്ത് വരുമായിരുന്നു, കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും. കാരണം ആസ്മ മാറുന്നവർ ആദ്യം കേൾക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇതിൽ സെലക്ട് ചെയ്തൊരു 10 പേര്, ഹെഡ് മാസ്റ്റർ, ബാങ്ക് മാനേജർ, ഇങ്ങനെ 10 പേരെ സെലക്ട് ചെയ്തു, രോഗന്മാരെ 10 പേരെ. ഇവരടി നിരത്തി കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി. ആസ്മയ്ക്ക് കാരണം അലർജി അല്ല. അത് 1 മണിക്കൂറിലേറെ നീണ്ടു ആ പത്രസമ്മേളനം. കാരണം പത്രക്കാർക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്ക് അതിന് കൃത്യമായി മറുപടി കൊടുക്കണം. അവർ തൃപ്തരായിരുന്നു, നമ്മുടെ മറുപടികളിൽ അവർ തൃപ്തരായിരുന്നു. പിറ്റേന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു. അവിടെയാണ് തമാശ. ആദ്യത്തെ പ്രതികരണം ഒരു പ്രസിദ്ധ ആയുർവേദ ഡോക്ടറുടെ ആയിരുന്നു. അദ്ദേഹം എന്നോട് ഒന്ന് ചിരിച്ചൊരു വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, തന്നെ ഞങ്ങൾ പരസ്യമായിട്ട് എതിർക്കില്ല, എതിർത്താൽ തന്നെ രക്ഷപ്പെടും എന്നാണ്. അതാണ് സമീപനം. നോക്കൂ എത്രമാത്രം നീചമാണ്. അപ്പോൾ അവരുടെ ഉള്ളിലൊക്കെ എത്രമാത്രം വിഷമുണ്ടെന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. വേറൊരു സീനിയർ ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങളെപ്പോലെ ഛർദ്ദിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വേറൊരു കക്ഷി പറഞ്ഞത്, ഈയിടെ ആചാര്യന്മാർ പറയില്ല, പിന്നെ താനാരാതൊക്കെ പറയാം. അപ്പോൾ ആയുർവേദക്കാരുടെ ഭാഗത്തുള്ള സമീപനം വളരെ വൃത്തികെട്ടതായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതേ സമയത്ത് അതിപ്രഗത്ഭനായ ഒരു അലോപ്പതി ഡോക്ടറല്ല, അദ്ദേഹം ആചാര്യനാണ് ആ രംഗത്ത്. അദ്ദേഹം എന്നെ ഇത് കണ്ടാൽ കൊള്ളാമെന്ന് ഒരു സുഹൃത്തിനോട് പറഞ്ഞു വിട്ടു. എൻ്റെ സുഹൃത്താണത്. ഞാൻ സുഹൃത്തിനൊപ്പം പോയി. ഈ ഡോക്ടർ വലിയ മഹാനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സത്യമാണല്ലോ പറയുന്നതിൽ എത്ര മാന്യമായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അന്ന് ലാൻഡ് ഫോണാണ്, മൊബൈൽ ഫോണില്ല. ഞാൻ കേട്ട സഭ്യത്തിന് കണക്കൊന്നുമില്ല ആയുർവേദക്കാരുടെ ഭാഗത്തുനിന്ന്. അത്രമാത്രം ഞാൻ എന്ത് തെറ്റാ അവർക്ക് ചെയ്തതല്ല, ഒരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തം കണ്ടെത്തുക എന്നുള്ള ഒരു ശ്രമമായിരുന്നു അത്. അപ്പോൾ ഒരു പുതിയ വൈദ്യശാസ്ത്രം, ഏതറിവായാലും ഒരു പുതിയ അറിവ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് പരീക്ഷണസിദ്ധമായി തെളിയിച്ചിരിക്കണം എന്നാണ് ശാസ്ത്രത്തിൻ്റെ രീതി. കാരണം അപ്പോഴാണ് അത് രേഖപ്പെടുത്തി വയ്ക്കുന്നത്, പാഠ്യോദ്ധതയും വരുന്നത്. ഇതിനെന്ത് ചെയ്യണം എന്നുള്ളതായി അടുത്ത ചിന്ത. അപ്പോൾ അന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം കോട്ടയം TV വരുന്നുണ്ട്. അത് പത്രത്തിൽ വാർത്ത കണ്ടപ്പോൾ ഞാനൊരു നിവേദനം തയ്യാറാക്കി കവറിലൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി.
അപ്പം ഞാൻ ടി വിയിലേക്ക് അങ്ങോട്ട് ചെന്നു. ഹാളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു നേതാവുമുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനൊരു പുതിയ കാര്യമുണ്ട്, എനിക്കൊന്ന് അറിയിക്കാൻ. അദ്ദേഹം നോക്കി ഒരു ചിരി ചോദിച്ചു, ഇത് എങ്ങനെ മാറുമെന്നായി പറയുന്നത്. അപ്പോൾ പരിഹസിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിയാണ് അദ്ദേഹം. ഞാൻ കൊടുത്ത കവർ കൂട്ടാക്കിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പെട്ടി പിടിച്ച് നടക്കുന്ന നേതാവ് ഈ കവർ മേടിച്ചതായി. അപ്പോൾ എന്തോ കവർ അദ്ദേഹം മേടിച്ചു. എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു, ശരിയെന്ന് പറഞ്ഞു. കാരണം നേതാവിനെ എനിക്കറിയുന്നതാണ്. ഒരു മാസം കഴിഞ്ഞ് കൊണ്ടേ YMCയുടെ മുമ്പിൽ വെച്ച് ഒരു ദിവസം രാത്രി നേതാവിനെ കണ്ടപ്പോൾ നേതാവ് എന്നോട് ചോദിച്ചു, എന്തായിരുന്നു ആ കവറിനകത്തെന്ന്. നോക്കൂ നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ. ഇത് കഴിഞ്ഞിട്ട് വേറെ ഗവൺമെൻറ് വന്നു, വേറെ രണ്ട് ഗവൺമെൻറ്. ഞാൻ തിരുവനന്തപുരത്ത് പോയി. കാരണം ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓഫീസിൽ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം നിവേദനം മേടിച്ച് മേശയ്ക്കകത്തേക്ക് വെച്ചു. എന്നിട്ട് തൊഴുതിട്ട് എന്നോട് പറഞ്ഞു, വലിയ വിവാദങ്ങളൊന്നും ഇല്ലാതെ ഈ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് മോഹം. അപ്പോൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ പ്രവർത്തന കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരുപാട് പദ്ധതികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ശാസ്ത്ര കലാജാഥയിൽ ഒരു സംഗീത ശില്പത്തിലൊരു ഗാനശകലമുണ്ട്. അപ്പോൾ എനിക്ക് പാടാനൊന്നും അറിയില്ല, എങ്കിൽ പോലും അതിങ്ങനെയാണ്: ശാസ്ത്രബോധം നമ്മെ നയിക്കുവാനെത്തുമ്പോൾ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാണ്. അപ്പം ഈ ശാസ്ത്രബോധമാണ് സത്യത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ മോചനമാർഗം. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, അബദ്ധവിശ്വാസങ്ങളിൽ നിന്നും എല്ലാം മോചനം തേടാൻ ശാസ്ത്രബോധമാണ് നമുക്ക് ആവശ്യം. പക്ഷേ ശാസ്ത്രബോധം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ശാസ്ത്രത്തിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ബ്രൂണോ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു അന്നത്തെ ഭരണകൂടം. അതിനുശേഷം സൂര്യനല്ല ഭൂമിയാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞ ഗലീലിയോയെ ജീവിതകാലത്തിൽ മരണം വരെ ഏകാന്ത തടവിലിട്ടെന്നാണ് പറയുന്നത് അന്നത്തെ ഭരണകൂടം. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ നാൾവഴികളിൽ ഇങ്ങനെ ഒരുപാട് പേപ്പട്ടി വിഷത്തിൻ്റെ പ്രതിരോധം കണ്ടെത്തിയ ലൂയി പാസ്റ്ററിനെ പരിഹസിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് പരിഹസിച്ച ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് കൂട്ടുനിന്നതും സഹായിയായിട്ടൊപ്പം നിന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ അനുഭവം ഇപ്പോഴും നിലവിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അടൽജി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുകയും കോട്ടയത്ത് കുമരകത്ത് അദ്ദേഹം ഒരാഴ്ച വന്ന് താമസിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്ര ഞങ്ങളൊക്കെ റോഡിൽ നിന്ന് കണ്ടതാണ്, കാറുകളുടെ യാത്ര. അദ്ദേഹത്തിന് സാധാ ഒരു കവർ, ഒരു ഓർഡിനറി തപാലിന് ഞാൻ ഈ വിഷയം പറഞ്ഞൊരു കത്തയച്ചു. അപ്പോൾ സാധാരണ നമ്മൾ മന്ത്രിമാർക്ക് ഒരു കത്തയച്ചാൽ ഒരു മറുപടി വരും, അത് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട്, ആ വകുപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇതാണ് സ്ഥിരമായിട്ട് കിട്ടാറുള്ള മറുപടി. പക്ഷേ ഇവിടെ മറുപടി വന്നത് സ്പീഡ് പോസ്റ്റിലായിരുന്നു. അത് നടപടിയായിരുന്നു, മറുപടി ആയിരുന്നില്ല. അതായത് ഈ പുതിയ അറിവ് തേടൽ എന്ന് പറയുന്നത് ഈ PhDക്കുള്ള പഠനമല്ല, PhDക്കുള്ള വർക്കുമല്ല. അത് എപ്പിസ്റ്റമോളജി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, എക്സ്ട്രാ മ്യൂറൽ റിസർച്ച് വർക്ക്. അത് ആർക്കും ചെയ്യാം, ഒരു വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമില്ല. ഒരു പുതിയ അറിവ് തേടൽ എന്ന് പറയുന്നത് ആർക്കും ആകാം. അവിടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും പറയുന്നില്ല. അതാണ് ഈ നിയമങ്ങൾ. പലർക്കും അത് അറിയില്ല. ഇപ്പോഴും എന്നോട് റിസർച്ച് ഏത് വിഷയത്തിലാണ് PhD, ഏത് യൂണിവേഴ്സിറ്റിയിൽ, അതൊക്കെ വെറുതെ എന്തെങ്കിലും ചോദിക്കുകയാണ്. സത്യത്തിൽ PhD എന്നുള്ള വാക്കും പുതിയ അറിവ് നേടലുമായിട്ട് ഒരു ബന്ധമില്ല. അത് എപ്പിസ്റ്റമോളജിക്കൽ വർക്കാണ്. അങ്ങനെ ഈ എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ എക്സ്ട്രാ മ്യൂറൽ റിസർച്ച് വർക്ക്, അത് പ്രോജക്റ്റ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള നിർദ്ദേശമാണ് വന്നത്. അത് സെൻട്രൽ കൗൺസിൽ ഓഫ് CCRS, സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ആയുർവേദ ആൻഡ് ന്യൂഡൽഹി. കാരണം അവർ കത്ത് അയച്ചിരുന്നു, താങ്കൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ ഇതുമായിട്ട് ഞാൻ കോട്ടയത്ത് കൊടവള്ളൂരാണ് താമസിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് വളരെ അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നേരെ അവിടെ ചെന്ന് അദ്ദേഹത്തെ അതിൻ്റെ ഡയറക്ടറായ ഡോക്ടർ രാജ്ഗുരുകൾ സാറിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊടുത്തോളം കുഴപ്പമില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആസ്മ രോഗത്തിന് ആഗോളതലത്തിൽ പരിഹാരമില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ 2 സൈറ്റാണ്. ഒന്ന് ആസ്മ ആൻഡ് അലർജി ഫൗണ്ടേഷൻ ഓഫ് അമേരിക്ക, 2 medicine.com. അപ്പോൾ ഈ ആസ്മ ആൻഡ് അലർജി ഫൗണ്ടേഷൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ആസ്മ രോഗത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു പരിഹാരമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇതുകൂടി ചേർത്ത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. അദ്ദേഹം അത് സന്തോഷം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഡിക്ലറേഷനിൽ പറയുന്നുണ്ട്, ഈ
ആയുർവേദ ഗവേഷണ കൗൺസിലിൻ്റെ എല്ലാ നിയമാവലിയും പഠിച്ചതിന് ശേഷമാണ് സ്വീകരിക്കുന്നതുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെ ഒരു മാസം മറുപടി ഒന്നും കണ്ടില്ല. പിന്നെയാണ് ആദ്യത്തെ അട്ടിമറി സംഭവിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രസിദ്ധ ആയുർവേദ ആചാര്യനായിരുന്നു, സർക്കാർ സർവീസിലുള്ള ഒരു ആചാര്യൻ. പേര് പറയുന്നില്ല, കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. പിന്നെ അട്ടിമറിയുടെ ഒരു ഘോഷയാത്രയാണ് കണ്ടത്. ഓരോ അട്ടിമറി നടത്തുമ്പോഴും ഞാൻ സർക്കാരിന് നിവേദനം കൊടുക്കും. സർക്കാരിന് നിവേദനം കൊടുക്കുമ്പോൾ ആടിനെ പട്ടിയാക്കുന്നൊരു മറുപടി കിട്ടും. അത് ഏറ്റവും രസകരമായ കഥ ഒരിക്കലുണ്ടായത്, ഞാൻ സർക്കാരിന് നിവേദനം കൊടുത്തു. സർക്കാർ അത് ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൊടുത്തു. ഡയറക്ടർ അത് അതിപ്രഗത്ഭനായ ഒരു ആയുർവേദ കോളേജ് പ്രൊഫസർക്ക് കൊടുത്തു. അതിന് അദ്ദേഹം പറയട്ടെ, ഡോക്ടർ എം പി മണി പോയി കണ്ടിട്ട് കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന്. 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ഡോക്ടർ എം പി മണിയുടെ വീട് പൂട്ടിക്കിടക്കുകയാണ്, 2 കൊല്ലമായിട്ട് ഇയാൾ കുടുംബം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നോക്കൂ, കേരളത്തിലൊരു ഇതിൻ്റെ കഥയാണ്. അപ്പോൾ ഈ ശാസ്ത്രം ആണ് മനുഷ്യൻ്റെ മോചന മാർഗം എന്ന് നമ്മൾ പറയും. എല്ലാ രംഗത്തും ഗവേഷണം വേണമെന്ന് പ്രസംഗിക്കുകയും ആയുർവേദ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്താൻ ശതകോടികളാണ് ഒരു വർഷം നമ്മുടെ ഗവൺമെൻറ് മുടക്കുന്നത്. ഇതിനൊക്കെ കുറേ പേര് ശമ്പളം പെൻഷൻ മേടിച്ചു എന്നല്ലാതെ ഈ രാജ്യത്തിനോ ജനങ്ങൾക്കോ ഒരു പുതിയ അറിവ് കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരു പുതിയ അറിവ് കൊടുത്ത് സംഭാവന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവരിൽ പെട്ടവരാണ് ഇത് അട്ടിമറിക്കുന്നത് എന്നുള്ളതാണ് സാർ. നമ്മളൊരു സാധാരണക്കാരനല്ല, എനിക്ക് ഗവൺമെൻറ്റിനോട് പറയും, ഗവൺമെൻറ് ഇതേപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരത് കൊടുക്കും, ആടിനെ പട്ടിയാക്കുന്നൊരു മറുപടി കിട്ടും. ഇത് ഒരു തുടർ പ്രക്രിയയായിട്ട് അങ്ങനെ പോകണം. അപ്പം ഞാനിതൊക്കെ ഇവിടെ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് ഈ ആടിനെ പട്ടിയാക്കുന്ന മറുപടികൾ ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് 2016 ഇതിൻ്റെ കുറേ പത്രവാർത്തകളുണ്ട്. പത്രവാർത്തകൾ ധാരാളം വന്നിട്ടുണ്ട്, സ്റ്റോറികൾ ധാരാളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പത്രവാർത്തകളുടെയും ഈ മഹാന്മാർ ഒപ്പിട്ട ഈ ആടിനെ പട്ടിയാക്കുന്ന മറുപടികളുണ്ട്. ഇതെല്ലാം കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രജിസ്റ്റർ ചെയ്ത് അയച്ചു 2016. 2 വർഷം കഴിഞ്ഞിട്ട് മറുപടി ഒന്നും കിട്ടായപ്പോൾ ഞാൻ ദിവസം വിളിച്ചു ഓഫീസിലേക്ക്. അപ്പോൾ അവർ ഏതൊക്കെയോ നമ്പറുകൾ തന്നു. ഒരു അവസാനം അത് ഏതൊരു നമ്പറിലെത്തിയപ്പോൾ അദ്ദേഹം പേരും ഇതൊക്കെ ചോദിച്ചു. അദ്ദേഹം നെറ്റിൽ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാവും എന്നോട് പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാർ അതിനെക്കുറിച്ച് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കേൾക്കാനും പറ്റില്ല, കാരണം അത് അയച്ചിട്ടുണ്ട്, അത്രയും ഇതൊക്കെ പറയുന്നു. ശരി, നമുക്ക് പിന്നെ വോയിസ് ഇല്ലല്ലോ പറയാൻ. വീണ്ടും 1 വർഷം കഴിഞ്ഞ് 2019 എനിക്ക് അതിൻ്റെ മറുപടി വന്നു ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന്. അതിൽ പറയുന്നത്, കത്ത് തുടങ്ങുന്നത്, ഈ മനുഷ്യൻ, ഈ വ്യക്തി ഡോക്ടറാണെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന വ്യക്തിയാണെന്നാണ്. പോലെ ചുരുക്കം ഞാൻ വ്യാജ ഡോക്ടറാണെന്ന് അർത്ഥം, അതാണല്ലോ പറയുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ, ഈ കത്ത് വന്ന കവറിൻ്റെ മേൽവിലാസത്തിൽ പറയുന്നത് ഡോക്ടർ എം പി മണി, ജില്ലാ മെഡിക്കൽ ഓഫീസർ. നോക്കൂ, എന്തൊരു വിരോധാഭാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഞാനിത് ഇപ്പം പറയാൻ കാരണം, നാളെ തെരഞ്ഞെടുപ്പാണ് പ്രാദേശിക ഭരണകൂടത്തിൽ. നമ്മളിവിടെ ഈ ഭരണകൂടം എന്ന് പറയുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്ര പുരോഗതിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഗവേഷണം കൊണ്ട് രാഷ്ട്ര പുരോഗതിയുടെയും ജനക്ഷേമത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് വളരെ വേദനാജനകമായൊരു കാര്യമുള്ളത്, ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും TV വാർത്തകളിൽ, പത്രങ്ങളിൽ ചർച്ച നടക്കുന്നത് അവിഹിതം, ഗർഭം കലക്കകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കുറേ കാലമായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്ത് പോലും കാണുന്ന ഒരു കാഴ്ച ഇതൊക്കെയാണ്, ഗർഭം കലക്കൽ, അവിഹിതം. പക്ഷേ ശാസ്ത്രരംഗത്ത് നേട്ടമെന്ന് പറയുന്നത് ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാർ കൃത്രിമമായി രക്തം കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വ്യത്യാസം നമ്മുടെ രാജ്യവുടെയും തമ്മിലുള്ള വ്യത്യാസം. ഈ കൃത്രിമമായ രക്തം കണ്ടുപിടിക്കുമ്പോൾ ഏത് ഗ്രൂപ്പുകാർക്കും ഇഷ്ടമുള്ള രക്തം, ഏത് സമയത്ത് ഇഷ്ടമുള്ള രക്തം, ഒരാളുടെയും രക്തം ചോർത്തിയെടുക്കാത്ത രക്തം. ശാസ്ത്രത്തിൻ്റെ മുന്നിലുള്ള യാത്രയിൽ ഇതാണ് വേണ്ടത്. ശാസ്ത്രമെന്ന് പറയുന്നത് പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ട പുതിയ അറിവുകളാണ്. ഇതാണ് ജനക്ഷേമത്തിനും രാഷ്ട്ര പുരോഗതിക്കും സഹായിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഇതിന് പുറപ്പെട്ട ഗുണ്ടായിസും കൊട്ടേഷനും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അനുഭവമാണ്.